എല്ലാവർക്കും നമസ്കാരം. ഡൽഹി യാത്ര ആരംഭിക്കുകയാണ്. 3 ദിവസം നമ്മൾ ഡൽഹിയിലുണ്ട്. ഇപ്പം ഓരോ ദിവസത്തെയും യാത്രയിലെ വീഡിയോ ഓരോന്നായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇന്നിപ്പോൾ ഞാൻ താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ കുത്തബ് മിനാർ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കാണാനായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. ഡൽഹിയിലെ മെട്രോ സംവിധാനങ്ങളൊക്കെയാണ് നമ്മൾ ഈ കാണുന്നത്. ശേഷം നമ്മൾ കുത്തബ് മിനാറിലേക്ക് എത്തുന്ന എൻട്രി അവിടെ പാർക്കിംഗ് ഏരിയയിലേക്ക് അവിടെ വാഹനം പാർക്ക് ചെയ്യാനുള്ള വ്യവസ്ഥയുണ്ട്. പൈസ എടുത്ത് വാഹനം പാർക്ക് ചെയ്യണം. കയറിയാൽ പിന്നെ നമ്മുടെ ടിക്കറ്റ് എടുക്കുക എന്നുള്ളതാണ്. എന്നെ ഈ കാര്യത്തിന് സഹായിക്കുന്ന രാജേഷ്, അദ്ദേഹം കൊല്ലം ജില്ലയിലുള്ള ആൾ തന്നെയാണ്. ഇവിടെ ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറാണ്. ഓരോരുത്തർക്ക് പ്രത്യേകം കൗണ്ടറുണ്ട്. ഫോറിനേഴ്സ് ആയിട്ടുള്ളവർക്ക് ഇന്ത്യൻ ടൂറിസ്റ്റുകൾക്ക് അങ്ങനെ പ്രത്യേകം കൗണ്ടറുകൾ ഉണ്ട് നമുക്കിത് എടുക്കാനായിട്ട്. അതിനുശേഷം നമുക്ക് എൻ്റെ എൻട്രൻസിലൂടെ കുത്തബ് മിനാറിനുള്ളിലേക്ക് പ്രവേശിക്കാം. ഇവിടെയാണ് എൻ്റെ എൻട്രൻസ് ഉള്ളത്. ഇവിടെ ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ ആദ്യം കാണുന്ന കവാടം, അവിടെ വലതുഭാഗത്ത് അതിൻ്റെ ആദ്യത്തെ ഹിസ്റ്ററി കുറച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ചരിത്രപരമായ പശ്ചാത്തലം രാജേഷ് ജിയിൽ നിന്ന് നമുക്ക് കേൾക്കാവുന്നതാണ്. ഡൽഹിയിലെ ചരിത്ര സ്മാരകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരെണ്ണമാണ് കുത്തബ് മിനാർ. അപ്പോൾ ഡൽഹിയിൽ ആരെങ്കിലും പുറത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ, അത് നമ്മുടെ രാജ്യത്തുള്ള ആൾക്കാരായാലും പുറത്തുനിന്നുള്ള ആൾക്കാരായാലും, അവർക്ക് കാണാൻ ആഗ്രഹമുള്ള അല്ലെങ്കിൽ കാണേണ്ടി ഒരു മോണുമെൻ്റാണ് കുത്തബ് മിനാർ. കുത്തബ് മിനാർ വലിയൊരു കോംപ്ലക്സാണ്. ഇതിൻ്റെ നിർമ്മാണം നടത്തിയത് കുത്തബുദ്ദീൻ ഐബക്ക് എന്ന് പറയുന്ന ചക്രവർത്തിയായിരുന്നു. അതിനു മുമ്പ് വരേക്കും ഈ ഡൽഹി ഭരിച്ചിരുന്നത് തോമർ രാജവംശമായിരുന്നു. അപ്പോൾ തോമർ രാജവംശത്തിൽ നിന്ന് വിജയം പ്രാപിച്ചാണ് കുത്തബുദ്ദീൻ ഐബക്ക് ഇവിടെ ഭരണത്തിൽ വരുന്നത്. ഇതിപ്പോൾ നമ്മൾ കാണുന്നത് നേരത്തെ പറഞ്ഞ ഈ ചരിത്രങ്ങളൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്ന അവിടെ ഒരു സംവിധാനമാണ്. ഇത് കുത്തബ് മിനാറിലേക്ക് കയറുന്ന ഫസ്റ്റ് ഒരു ഇടനാഴിയാണ്. അവിടെ കൊണ്ട് നമുക്ക് കുത്തബ് മിനാർ നന്നായി കാണാൻ പറ്റും. ബാക്കി ചരിത്രം നമുക്ക് രാജ്യത്ത് വീണ്ടും കേൾക്കാം. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ അവരിൽ വിജയം കൈവരിച്ച ആ വിജയത്തിൻ്റെ ഒരു ആഘോഷത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് എന്നും, രണ്ടാമത് ഒരു മിലിറ്ററി വാച്ച് ടവർ എന്നുള്ള രീതിയിലും, പിന്നെ മൂന്നാമത്തത് ആദ്യമായിട്ട് ഈ കോംപ്ലക്സിൽ പണിതത് ഈ കവത്തുൽ ഇസ്ലാമി മോസ്ക് ആണ്. ആ പള്ളിയാണ് പണിതത്. അപ്പോൾ പള്ളിയുടെ ഒരു ഗോപുരം എന്നുള്ള നിലയിൽ. അപ്പോൾ ഇങ്ങനെ 3 കാര്യങ്ങളുള്ളത്. ഒന്നുകിൽ തോമർ രാജവംശത്തിൻ്റെ മേൽ വിജയം കൈവരിച്ചതിന്, അല്ലെങ്കിൽ പള്ളിയുടെ മിനാരറ്റായിട്ട്, അല്ലെങ്കിൽ ഒരു മിലിറ്ററി വാച്ച് ടവറായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഉയരം ഏകദേശം 72 മീറ്ററോളമാണ്. 5 നിലകളിലായിട്ടാണ് ഇത് പണിതിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പോലെ തോമർ രാജവംശത്തിനെ ജയിച്ചാണ് കുത്തബുദ്ദീൻ ഐബക്ക് ഇവിടെ ഭരണത്തിൽ വന്നത്. അപ്പോൾ അക്കാലത്ത് ഈ പ്രദേശങ്ങളിലുണ്ടായിരുന്ന ഏകദേശം 27ഓളം ഹിന്ദു ജൈന അമ്പലങ്ങൾ തച്ചുടച്ച് ആണ് ഈ കോംപ്ലക്സ്, ഈ പള്ളി, ഈ കവത്തുൽ ഇസ്ലാമി മോസ്ക് എന്ന് പറയുന്ന ഈ പള്ളി കോംപ്ലക്സ് മുഴുവൻ പണിതിരിക്കുന്നത്. അപ്പോൾ അന്ന് അത് ആ പ്രദേശങ്ങളിൽ നിന്ന് ഈ അമ്പലങ്ങളെല്ലാം ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട്, അപ്പോൾ ഒരു കാര്യമുണ്ട്, മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ ഫിഗറിനെ, അതായത് ജീവനുള്ള രൂപങ്ങളെയോ ഒന്നും ആരാധിക്കത്തില്ല. അപ്പോൾ അന്ന് അത് ഇവിടെ കൊണ്ടുവച്ചപ്പോൾ അമ്പലങ്ങളുടെ ഭാഗമായിരുന്നതുകൊണ്ട് അതിനകത്ത് ഒരുപാട് ദൈവങ്ങളുടെയും അതുപോലെ അമ്പലങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരുപാട് ഡെക്കറേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പുറത്തെല്ലാം ഇവർ സിമെൻറ്റോ കുമ്മായോ ഒക്കെ ഉപയോഗിച്ച് പ്ലാസ്റ്റർ ചെയ്തു. കാര്യം അതൊരു പള്ളിയിൽ കാണിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, അതൊരു പ്ലാസ്റ്റർ ചെയ്തു. അങ്ങനെയാണ് അത് പണിത് അവിടെ വെച്ചിരുന്നത്. കാലക്രമേണ നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ ആ പ്ലാസ്റ്ററിങ് എല്ലാം ഇളകിപ്പോയി. ഇപ്പം നമ്മൾ നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കും. ബാക്കി ഇപ്പോഴും നിലനിൽക്കുന്ന അമ്പലങ്ങളിൽ പോയി നമ്മൾ ഓരോ കാര്യങ്ങൾ കാണുന്നത്, പണ്ടുണ്ടായിരുന്ന നൂറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടായിരുന്ന നിർമ്മാണ രീതികളും കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അതേ സെയിം കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇൽത്തുമിഷിൻ്റെ ഭരണകാലത്ത് ഇൽത്തുമിഷിന് വേറെ ഇതിനേക്കായി ഉയരമുള്ള ഒരു മിനാർ ഉണ്ടാക്കണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഈ കോംപ്ലക്സിൽ തന്നെ വേറെ ഒരു മിനാറിൻ്റെ പണി അദ്ദേഹം തുടങ്ങുകയും
നേരത്തെ കുത്തബുദ്ദീൻ ഐബക്കിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ആദ്യത്തെ നില പണിത് കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം മരിച്ചുപോയി. പിന്നീട് അത് പൂർണ്ണമാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ അവശിഷ്ടങ്ങൾ നമുക്ക് ആദ്യത്തെ നില നമുക്കിപ്പോഴും കാണാൻ പറ്റും. പിന്നെ ഈ കോംപ്ലക്സിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഇരുമ്പിൻ്റെ ഒരു അയൺ പില്ലറാണ്. ഈ അയൺ പില്ലർ എനിക്ക് തോന്നുന്നു അതിന് 24 അടിയോ മറ്റോ ആണ് അതിൻ്റെ ഉയരം. അതിൻ്റെ 3 അടി ഭൂമിക്ക് താഴെ, ബാക്കി ഭൂമിക്ക് മുകളിലോട്ടാണ്. അപ്പോൾ അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്, കൊത്തി വെച്ചിരിക്കുന്നതനുസരിച്ച് അത് ഉണ്ടാക്കിയിരിക്കുന്നത് ഏതാണ്ട് 4-ാം നൂറ്റാണ്ടിലാണെന്ന് തോന്നുന്നു. 4-ാം നൂറ്റാണ്ടിൽ ഗുപ്ത രാജവംശത്തിൽപ്പെട്ട ആരാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനകത്ത് ലിഖിതങ്ങൾ അനുസരിച്ച് ഇത് വിഷ്ണുപാത എന്ന് പറയുന്ന ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ വിഷ്ണുവിൻ്റെ ധ്വജസ്തംഭമായിട്ട് ആണ് ഇതുണ്ടാക്കിയത്. അതിൻ്റെ മുകളിലായിട്ട് ഒരു ദ്വാരമുണ്ട് സ്തംഭത്തിൻ്റെ. അവിടെയായിരുന്നു ഗരുഡനെ പ്രതിഷ്ഠിച്ചിരുന്നത്. ഇപ്പോൾ ഗരുഡൻ്റെ ആ പ്രതിഷ്ഠ അതിൻ്റെ മുകളിലില്ല. കാലാകാലമായിട്ട് അത് നശിച്ചു പോയി. പിന്നീട് ഇത് എവിടെയായിരുന്നു, അവിടുന്ന് ഏതോ ഒരു രാജവംശം ഇതിനെ മധ്യപ്രദേശിലെ ഒരു സ്ഥലത്തെത്തിച്ച് അവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ആണ് അത് അവിടുന്ന് ഈ കുത്തബ് മിനാർ കോംപ്ലക്സിൽ, അതിനുമുമ്പ് തോമർ രാജവംശം അത് ഡൽഹി കൊണ്ടുവന്ന്, ഡൽഹിയിൽ നിന്ന് പിന്നെ അവിടെ നിന്ന് പിന്നെ ഇൽത്തുമിഷ് എടുത്തിട്ട് ആണ് ഈ കോംപ്ലക്സിൽ സ്ഥാപിക്കുന്നത്. ഇത്രയും നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും അതിനെ തുരുമ്പെടുത്തില്ല എന്നുള്ളതാണ് ഒരു വലിയ അതിശയം. ഇപ്പോഴും അത് അതേപോലെ തന്നെ നിൽക്കുന്നു. അപ്പോൾ ഒരുപാട് അതിൻ്റെ ശാസ്ത്രീയമായിട്ട് ഒരുപാട് പരീക്ഷണങ്ങൾ അതിനകത്ത് നടത്തി നോക്കിയിട്ടുണ്ട്. അപ്പം അതിനകത്ത് എനിക്കൊന്ന് സൾഫറിൻ്റെ കണ്ടൻറ്റ് ഒരുപാട് കൂടുതലായിട്ട് ഉള്ളത് കൊണ്ടാണ് അതിനെ തുരുമ്പെടുക്കാത്തതെന്നാണ് തോന്നുന്നത്. അപ്പം അതിനകത്ത് അതിശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4-ാം നൂറ്റാണ്ടിൽ പോലും അങ്ങനെ ഒരു നിർമ്മിതി ഉണ്ടാക്കാൻ ഭാരതത്തിലെ ആൾക്കാർക്ക് കഴിവുണ്ടായിരുന്നു എന്നുള്ളതാണ് കാര്യം. പിന്നീട് അത് പുതിയ കാലത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇതേപോലെ തുരുമ്പെടുക്കാനൊക്കാത്ത ഒരു നിർമ്മിതി ഉണ്ടാക്കാൻ കഴിഞ്ഞത് വളരെ വളരെ വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പം 4-ാം നൂറ്റാണ്ട്, എനിക്കൊന്ന് 1800-ൻ്റെ അവസാന കാലഘട്ടങ്ങളിലാണ് ഇതേപോലുള്ള ഈ ലോഹങ്ങൾ കൊണ്ടുള്ള കണ്ടുപിടുത്തങ്ങളൊക്കെ ഉണ്ടായി തുടങ്ങിയത്. അപ്പോൾ 4-ാം നൂറ്റാണ്ടിൽ ഈ തുരുമ്പെടുക്കാത്ത ഇതേപോലൊരു നിർമ്മിതി ഭാരതത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞെങ്കിൽ നമ്മുടെ കഴിവ് എന്തായിരുന്നു അതൊന്നും നമുക്ക് ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യമാണ്. ചരിത്ര സ്മാരകങ്ങൾ കാണുമ്പോഴൊക്കെ നമുക്ക് ഭാരതത്തിൻ്റെ വൈഭവം ഓർത്തെടുക്കാൻ കഴിയുന്നതാണ്. എല്ലാ ചരിത്ര സ്മാരകങ്ങളും അങ്ങനെയാണ്. പേരുകൾ പലതും അറിയപ്പെടുന്നെങ്കിൽ പോലും അത്ഭുതങ്ങളായി നിൽക്കുന്നത് പലതും നമുക്ക് അഭിമാനം കൊള്ളാവുന്നതും അഭിമാനം തരുന്നതുമാണ്. ഈ കണ്ടത് ഒരു ശവകുടീരം. അത് ഈ പറഞ്ഞ ഈ കോംപ്ലക്സിൽ പല പല ശവകുടീരങ്ങളുണ്ട്. മെമ്മറീസിനായിട്ട് അദ്ദേഹം അവരുടെ പലരുടെയും കുടീരങ്ങൾ ഇതിൽ വെച്ചിട്ടുണ്ട്. നല്ല ഗാർഡൻ, നല്ല സംവിധാനം, നല്ല ഒരു കിണറാണ്. അത് മൂടി വെച്ചിരിക്കുന്നൊരു കിണറാണ്. സൂര്യൻ പതിക്കുമ്പോൾ അതിൻ്റെ നിഴൽ എങ്ങോട്ടാണ് വരുന്നത്, അതിനനുസരിച്ച് സമയം കണ്ടുപിടിക്കാം. സൺ ഡയൽ. ഇനി നമ്മൾ യാത്ര ചെയ്യുന്നത് ഹുമയൂൺ ചക്രവർത്തിയുടെ ശവകുടീരം അത് കാണുന്നതിന് വേണ്ടിയിട്ടാണ്. അവിടെയും താജ്മഹലിൻ്റെ യഥാർത്ഥത്തിൽ അത് കണ്ടിട്ടാണ് താജ്മഹൽ പണിഞ്ഞത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു രൂപരേഖ അദ്ദേഹത്തിന് കിട്ടിയത് ഇത് കണ്ടിട്ടെന്നാണ് പറയുക. അതിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതുപോലെ നമ്മൾ പാർക്കിങ്ങിൽ വാഹനം പാർക്ക് ചെയ്തു. അപ്പോൾ അതുപോലെ എൻട്രൻസ് ആവശ്യമായ ടിക്കറ്റ് എടുക്കാനായിട്ട് നമ്മളെത്തി. അത്യാവശ്യം ഇവിടെ വന്നപ്പോൾ ഇപ്പം നല്ല തിരക്കായിട്ടുണ്ട്. ഇതൊരു സീസൺ ടൈമാണിപ്പോൾ, നല്ല കാലാവസ്ഥയായതുകൊണ്ട് തിരക്കായിട്ടുണ്ട്. ബാക്കിയുള്ള നമ്മുടെ ചരിത്ര വിശേഷങ്ങൾ പതുപോലെ രാജേഷ് ജി നമുക്ക് പറഞ്ഞു തരുന്നുണ്ടാകും. അപ്പോൾ തിരുമേനി, ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു മുഗൾ രാജവംശത്തിൻ്റെ നിർമ്മിതിയാണ്. മുഗൾ രാജവംശം എന്ന് പറയുന്നത് അത് തുടങ്ങിയത് ബാബർ എന്ന് പറയുന്ന ചക്രവർത്തിയാണ്. പെർഷ്യയിൽ നിന്ന് വന്ന ബാബർ എന്ന ചക്രവർത്തി 1526 വർഷമാണ് ഈ മുഗൾ രാജവംശം തുടങ്ങുന്നത്. അപ്പം മുഗൾ സാമ്രാജ്യത്തെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പേരുകേട്ട ചക്രവർത്തിമാരെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞ പോലെ തുടങ്ങിയത് ബാബറാണ്. പിന്നീട് ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസീബ്, ഇവരൊക്കെയായിരുന്നു ഏറ്റവും പേരുകേട്ട ആൾക്കാർ. അങ്ങനെ ഏകദേശം 20ഓളം ചക്രവർത്തിമാരുണ്ടായിരുന്നു.
അത് അവസാനിച്ചത് ബഹദൂർ ഷാ സഫർ രണ്ടാമനിലാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നപ്പോൾ 1857 ബഹദൂർ ഷാ സഫർ ഈ ഹുമയൂൺ സ്റ്റോംബിൾ, നമ്മൾ ഈ കാണാൻ പോകുന്ന ഹുമയൂൺ സ്റ്റോംബിൾ ഒളിച്ചിരിക്കുമ്പോൾ അവിടെ നിന്നാണ് അവർ ബഹദൂർ ഷാ സഫറിനെ പിടിക്കുന്നത്. താജ്മഹൽ ചക്രവർത്തി ഷാജഹാൻ തൻ്റെ ഭാര്യയുടെ സ്മാരകത്തിന് വേണ്ടി സ്മാരകമായിട്ട് പണിതതാണ് ആഗ്രയിൽ. അപ്പോൾ അതുപോലെ ഈ ഹുമയൂൺ സ്റ്റോംബ് നിർമ്മിച്ചത് ചക്രവർത്തി ഹുമയൂണിൻ്റെ ഏറ്റവും മുതിർന്ന ഭാര്യയായിരുന്ന ബേഗ ബീഗം, അവരെ ഹാജി ബീഗം എന്നും അറിയപ്പെട്ടിരുന്നു. അവരാണ് തൻ്റെ ഭർത്താവിൻ്റെ ഓർമ്മയ്ക്കായിട്ട് മകൻ അക്ബറിൻ്റെ സഹായത്തോടുകൂടി പണിതതാണ്. അപ്പോൾ ഇത് ഏകദേശം 1565 AD മറ്റാണ് ഇതിൻ്റെ നിർമ്മാണം നടന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ താജ്മഹൽ ഉണ്ടാകുന്നതിനേക്കാൾ മുമ്പ് ആണ് ഹുമയൂൺ സ്റ്റോംബിൻ്റെ നിർമ്മാണം നടന്നിരിക്കുന്നത്. മുഗൾ രാജവംശത്തിൻ്റെ നിർമ്മിതികളിൽ വളരെ മഹത്തരമായൊരു നിർമ്മിതിയാണ് ഈ ഹുമയൂൺ സ്റ്റോംബും. കാര്യം ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് അവർ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്, അതിലെല്ലാം വിജയം കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതിൻ്റെ മുന്നിലുള്ള ഈ പൂന്തോട്ടങ്ങൾ അല്ലെ ഗാർഡൻസാണ്. അതിന് പറയുന്ന 4 ഭാഗം എന്നാണ്. ഒരു പൂന്തോട്ടത്തെ 4ആയിട്ട് ഇങ്ങനെ വിഭജിച്ച് അതിന് നടുക്കൂട് നടക്കാനുള്ള നടപ്പാത ഉണ്ടാക്കി, അതിന് നടുക്കായിട്ട് ഫൗണ്ടൻസ്, പിന്നെ വെള്ളം കൊണ്ടുള്ള ചെറിയ ചെറിയ വാട്ടർ ബോഡീസ് അങ്ങനെയൊക്കെ ഉണ്ടാക്കി. അതൊരു പരീക്ഷണമായിരുന്നു. പിന്നീട് ഏറ്റവും വലിയ പരീക്ഷണം നടത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുവരെ ഉള്ള നിർമ്മാണങ്ങളൊക്കെയും ഈ ചുവന്ന കല്ലുകൊണ്ട്, റെഡ് സാൻഡ്സ്റ്റോൺ കൊണ്ടാണ് അവർ ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ഇവിടെയാണ് റെഡ് സാൻഡ്സ്റ്റോണും പിന്നെ മാർബിളും കൂടെ കലർത്തിയുള്ളൊരു നിർമ്മാണ രീതി അവർ അവലംബിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ താജ്മഹലിനെ കുറിച്ച് നമുക്കറിയാം, താജ്മഹൽ മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത് മാർബിൾ കൊണ്ടാണ്. അപ്പോൾ മാർബിൾ അതിന് മുമ്പായിട്ട് ഉപയോഗിച്ച് പരീക്ഷണം നടത്തിയത് ഹുമയൂൺ സ്റ്റോംബിലാണ്. അപ്പം ഈ ടോംബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു ശവകുടീരമായിട്ടാണ്, അതാണല്ലോ അതിൻ്റെ. അപ്പോൾ അങ്ങനെ ഇവിടെ ഹുമയൂണിനെ അടക്കിയിരിക്കുന്നതും ഈ ടോംബിൻ്റെ ഒത്ത നടുക്കായിട്ടാണ്. താജ്മഹലിൽ പോകുമ്പം മുംതാസ് മഹലിനെ അടക്കിയിരിക്കുന്നത് താജ്മഹലിൻ്റെ നടുക്കായിട്ടാണ്. അവിടെ അക്ബറിനെയും അടക്കിയിരിക്കുന്നത് അവിടെ തന്നെയാണ്. അപ്പോൾ ഹുമയൂൺ സ്റ്റോംബിൽ ഹുമയൂണിൻ്റെ അല്ലാതെ ഏകദേശം 100-ൽ പരം കുടുംബത്തിലെ മറ്റ് ആൾക്കാരുടെ ശവകുടീരങ്ങളും നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ചരിത്രം വളരെ ഭംഗിയായി രാജേഷി വിശദീകരിച്ച് തന്നിട്ടുണ്ട്. അതിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്ന മറ്റൊരു ശവകുടീരം ആണിത്, അതിൻ്റെ എൻട്രൻസ് ആണിത്. ഈ ഹുമയൂണിൻ്റെ ഒരു വൃദ്ധനായിട്ടുള്ള ആൾക്ക് വേണ്ടിയിട്ട് പണിഞ്ഞതാണിത്. ഇതും വളരെ വിശാലമായ കോട്ടയും ഒക്കെ ആയിട്ട് വളരെ ഭംഗിയായിട്ട് അവർ പണിഞ്ഞിട്ടുണ്ട്. നമ്മളിതോടുകൂടി ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇനി നമുക്ക് ഇന്ത്യ ഗേറ്റ് കാണണം. അതിനു മുമ്പ് ആഹാരം കഴിക്കാനായിട്ട് നമ്മൾ ഒരു റെസ്റ്റോറൻറ്റ്, അവിടെ നല്ല ഭംഗിയായിട്ട് ആഹാരം, പൂരി, ഇവിടുത്തെ ആദ്യത്തെ ചില ഭക്ഷണ രീതിയാണ്. നല്ല ആഹാരമൊക്കെ കഴിച്ചു. അതിനുശേഷം വീണ്ടും ഇന്ത്യ ഗേറ്റിലേക്ക് എത്തുകയാണ്. ഇന്ത്യ ഗേറ്റിൻ്റെ വശത്ത് വാഹനം പാർക്ക് ചെയ്തിട്ട് ഇതിൻ്റെ മുൻവശത്ത് കാണുന്നൊരു വിശാലമായ സ്ഥലമാണിത്. നമ്മുടെ കൂടെ വിശദീകരണവുമായി രാജേഷ് ഉണ്ടാവും. ഇപ്പോൾ നമ്മളുള്ളത് നമ്മുടെ ഭരണസിരാ കേന്ദ്രത്തിലാണ്. അതായത് നാഷണൽ ക്യാപിറ്റലിലെ ഇവിടുത്തെ ഏറ്റവും വലിയ ഹയർ ഓഫീസുകളൊക്കെ സ്ഥിതി ചെയ്യുന്ന സ്ഥലം. അതായത് നമ്മുടെ രാഷ്ട്രപതി ഭവനും പാർലമെൻറ്റ് മന്ദിരങ്ങളും പ്രൈം മിനിസ്റ്ററുടെ ഓഫീസും മറ്റ് മന്ത്രാലയങ്ങളും പിന്നെ ഈ ഇന്ത്യ ഗേറ്റ്, ഈ ഏരിയ. അപ്പോൾ ഇന്ത്യ ഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യുദ്ധസ്മാരകമാണ്. അതായത് 1-ാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്ത മരിച്ചുപോയ പട്ടാളക്കാർക്ക് അവരുടെ ആ മരിച്ചവരിൽ ഓഫീസേഴ്സിൻ്റെയൊക്കെ പേര് കൂട്ടിയാണ്ട് 13,300-ഓളം ആൾക്കാരുടെ പേര് ഈ യുദ്ധസ്മാരകത്തിൽ കൊത്തിവെച്ചിട്ടുണ്ട്. നേരത്തെ ഇപ്പോൾ ഈ യുദ്ധസ്മാരകത്തിൻ്റെ പുറകിലായിട്ടാണല്ലോ നാഷണൽ വാർ മെമ്മോറിയൽ. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ ഇന്ത്യ ഗേറ്റിൻ്റെ നടുവിലായിട്ട് ഒരു അമർ ജവാൻ ജ്യോതി എന്ന് പറയുന്ന ഒരു
കെടാത്ത ഒരു ദീപം ഉണ്ടായിരുന്നു. അത് ഗ്യാസ് ഉപയോഗിച്ചാണ് കത്തിച്ചുകൊണ്ടിരുന്നത്, ഒരിക്കലും കെടാത്ത രീതിയിൽ. എന്നിട്ട് 3 സർവീസസിൻ്റെ, അതായത് ആർമി, നേവി, എയർഫോഴ്സ്, 3 സർവീസസിൻ്റെയും പതാകകൾ അവിടെ ഉണ്ടായിരുന്നു. ജനുവരി 26-ാം തീയതി നമ്മൾ റിപ്പബ്ലിക് ഡേ പരേഡ് നടത്തുമ്പോൾ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഇവിടെ വന്ന് ഈ അമർ ജവാൻ ജ്യോതിയിൽ പുഷ്പചക്രം അർപ്പിച്ച്, അന്ന് 3 സർവീസിൻ്റെയും ചീഫ് അവിടെ കാണും, ആർമി, നേവി, എയർഫോഴ്സിൻ്റെ, പിന്നെ ഡിഫൻസ് മിനിസ്റ്റർ കാണും. അവിടെ വന്ന് പുഷ്പചക്രം അർപ്പിച്ചതിന് ശേഷമാണ് ഈ റിപ്പബ്ലിക് ഡേ പരേഡ് തുടങ്ങുന്നത്. റിപ്പബ്ലിക് ഡേ പരേഡ് തുടങ്ങുന്നത് ഈ അറ്റത്ത് ഇന്ത്യ ഗേറ്റ്. അപ്പോൾ ഈ ഇന്ത്യ ഗേറ്റിനെയും ഈ നേരെ കിടക്കുന്ന റോഡ് രാഷ്ട്രപതി ഭവൻ വരെയാണ്. ഈ 2 സ്ഥലങ്ങളെ യോജിപ്പിക്കുന്ന ഈ നീട്ടത്തിൽ കിടക്കുന്ന റോഡിൻ്റെ പേരായിരുന്നു രാജ്പഥ്, അതിലെ രാജമാർഗം. അത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ സർക്കാർ അതിനെ പുനർനാമകരണം ചെയ്ത് കർത്തവ്യപഥ് എന്നാക്കിയത്. അപ്പോൾ രാജഭരണത്തെ വീണ്ടും, ആ സുഖകരമല്ലാത്ത കാലത്തെ വീണ്ടും ഓർക്കണ്ട എന്നുള്ളത് കൊണ്ടാണ് ഈ രാജ്പഥിൻ്റെ പേര് മാറ്റി കർത്തവ്യപഥ് എന്നാക്കിയത്. പിന്നെ ഇവിടെ ഏതെങ്കിലും ഒരു സർവീസ്, ഇതിൻ്റെ സ്റ്റാഫ്, സർവീസിലെ ഒരു സേനാംഗം ഈ മെമ്മോറിയലിൻ്റെ, അതായത് ഈ പൊക്കത്തിൽ ഇങ്ങനെ കാണുന്ന, അതിൻ്റെ മുകളിൽ ഈ നാഷണൽ എംബ്ലം വെച്ചിരിക്കുന്ന, അതിൻ്റെ ഇവിടെ ഒരു പട്ടാളക്കാരൻ എപ്പോഴും ഇങ്ങനെ കാവൽ നിൽക്കുന്നതായിട്ട് കാണാം, ഒരു തോക്കും പിടിച്ച്. അപ്പോൾ ആദ്യം നമ്മൾ അതിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഒരു ഒരു പ്രതിമയായിട്ട് നമുക്ക് തോന്നത്തുള്ളൂ. കാര്യം ഇദ്ദേഹം തോക്കും പിടിച്ച് അവിടെ നിൽക്കുന്നത്, എനിക്ക് തോന്നുന്നില്ല, ഞാൻ അടുത്ത് പോയി നോക്കിയിട്ടില്ലെങ്കിൽ തന്നെയും ഇദ്ദേഹത്തിൻ്റെ കണ്ണിമ പോലും ചിമ്മുന്നുണ്ടോ എന്നുള്ള കാര്യം വലിയ സംശയമാണ്. നമ്മളൊരു അല്പം ദൂരെ നിന്നാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ ദൂരെ നോക്കി കഴിയുമ്പോൾ ഒരു പ്രതിമ ഇങ്ങനെ നിൽക്കുന്നതായിട്ട് പോകത്തുള്ളൂ, ഒരു ശകലം പോലും അനങ്ങത്തില്ല. അപ്പം ഞാൻ നേരത്തെ ഇവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ അവിടെ ഒരാൾ ഇങ്ങനെ നിൽക്കുന്നത് ഏകദേശം 20 മിനിറ്റോളമാണ്. അപ്പോൾ ഇവർ 20 മിനിറ്റ് കഴിയുമ്പോൾ അടുത്ത റിലീവ് ചെയ്യാനുള്ള ആൾ വരും. ഇവിടെ നമുക്ക് ഈ കാണാൻ സാധിക്കുന്നത് ഈ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ജവാന്മാരുടെ പേരുകൾ ശിലാഫലകം പോലെ ഇവിടെ തയ്യാറാക്കി വച്ചിരിക്കുന്നതാണ്. അതിൽ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ മലയാളികളായിട്ടുള്ള പല ധീര ജവാന്മാരുടെ പേരുകളും നമുക്ക് കാണാൻ സാധിച്ചു. അത് കാണുമ്പോൾ നമുക്ക് വളരെ അഭിമാനം, നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജീവൻ ത്യാഗോജ്വലമായി ആഹുതി ചെയ്ത ആൾക്കാരുടെ പേര് അവർക്ക് അർഹിക്കപ്പെടുന്ന അംഗീകാരത്തോടു കൂടി തന്നെ ഇവിടെ അത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് കുറച്ച് ഈ മെമ്മറീസ്, ഇവരുടെ നമ്മുടെ 3 സേനകളുടെയും കര, വ്യോമ, സമുദ്രസേനകളുടെയൊക്കെ ഓരോരോ സമുദായങ്ങൾ ഇതിൻ്റെ ചുറ്റിനുമായി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ജലമൊഴുകുന്ന പാത പോലെ തയ്യാറാക്കി നല്ല വൃത്തിയോടുകൂടി ഭംഗിയാക്കി ആർക്കും വന്ന് കണ്ടാൽ അഭിമാനം എന്ന് തോന്നുന്ന രീതിയിൽ തന്നെയാണ് ഈ സ്മാരകം, യുദ്ധസ്മാരകം ചെയ്തു വച്ചിരിക്കുന്നത്. ഈ അമർജ്യോതി ഇപ്പോൾ ഇവിടെ നന്നായി പ്രകാശിക്കുന്നു, അതിൻ്റെ മധ്യത്തിൽ അമർജ്യോതി പ്രകാശിക്കുന്നുണ്ട്. അവിടെയാണ് ഇത് പൂർണ്ണമായും തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. ഇന്ത്യ ഗേറ്റിൻ്റെ ഇവിടെയുള്ള ഈ കുപ്പോള, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഛത്തരി, അല്ലെങ്കിൽ ഒരു കുട പോലുള്ള ഈ നമ്മൾ കാണുന്ന ഈ സാധനം, സുഭാഷ് ചന്ദ്രബോസിൻ്റെ പ്രതിമ അവിടെ നമ്മൾ വെക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉയരം എന്ന് പറഞ്ഞാൽ ഏകദേശം 28 ഫീറ്റാണ്. ഈ പ്രതിമ ഉണ്ടാക്കിയിരിക്കുന്നത് മൈസൂരിലുള്ള അരുൺ യോഗിരാജ് എന്ന് പറയുന്ന ഒരു ശില്പിയാണ്. ഇവിടെ നമ്മൾ കാണുന്നത് ഇതിന് അകത്ത് തന്നെയുള്ള കുറച്ച് കടകളാണ്. ഫ്രൂട്ട്സിൻ്റെത്, നമുക്ക് സ്നാക്സ് വാങ്ങാം, വെള്ളം അങ്ങനെയൊക്കെയുള്ളത് വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടുത്തേതായ സമ്പ്രദായത്തിലുള്ള കുറച്ച് കച്ചവടമാണ്. ഇതിനകത്തൊക്കെ എല്ലാം നമുക്ക് വാങ്ങാനും കഴിക്കാനുമുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ പുറത്താണ് അതൊക്കെ ഉള്ളത് എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് മുന്നിലേക്ക് നടന്നു പോയാൽ ഇവിടുന്ന് ഞങ്ങൾ പാർക്കിംഗ് കാർ എടുത്തു. എന്നിട്ട് മറ്റൊരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് നമ്മുടെ രാഷ്ട്രപതി ഭവൻ, ഇപ്പോൾ പുതുതായി പണിഞ്ഞ മന്ദിരങ്ങളൊക്കെ കാണാനായിട്ട് പോയി. പക്ഷേ നല്ല മൂടൽമഞ്ഞുള്ളതുകൊണ്ട് വലിയ പാടായിരുന്നു കാണാനായിട്ട്, നന്നായി കാണാനേ സാധിച്ചില്ല. പിന്നെ ദൂരെ നിന്ന് ഇങ്ങനൊരു പിക്ചറൊക്കെ എടുത്തിട്ട് വരാം. അതുമാത്രമല്ല, അകത്ത് കയറണമെങ്കിൽ മുൻകൂട്ടി നമ്മൾ ഓൺലൈൻ ബുക്ക് ചെയ്യണം.
നമുക്ക് അനുവദിക്കുന്ന സമയത്ത് മാത്രമേ നമുക്കതിനകത്ത് അകത്ത് പ്രവേശിക്കാൻ സാധിക്കൂ. ഈ ഉയർന്ന സ്തംഭം കാണുന്നതാണ് ഇപ്പോൾ പുതിയതായിട്ട് നമ്മൾ നിർമ്മിച്ച പാർലമെൻറ്റ് മന്ദിരം. അതിൻ്റെ വശത്ത് ഭാഗത്ത് കാണുന്നത് പഴയ മന്ദിരമാണ്. അതിനോടെ പല പല മിനിസ്റ്റർമാരുടെ ഓഫീസുകൾ നേരെ നോക്കിയാൽ രാഷ്ട്രപതി ഭവൻ കാണാമായിരുന്നു. പക്ഷേ മഞ്ഞായതുകൊണ്ട് ഇപ്പോൾ കാണാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു തരത്തിൽ നമ്മൾ ആ ഭാഗമൊക്കെ സന്ദർശിച്ചു. അങ്ങനെ നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇന്നത്തെ നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുന്നു. നാളെ വീണ്ടും യാത്ര ആരംഭിക്കുന്നുണ്ട് പുതിയ സ്ഥലത്തേക്ക്. ഈ വീഡിയോ അല്പം ലെങ്തിയാണ്, നീളമുള്ളതാണ്, ക്ഷമിക്കണം. അത്രയും ചുരുക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. കുറേ വിശദമായ കാര്യങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണണം, അഭിപ്രായങ്ങൾ പറയണം, സപ്പോർട്ട് ചെയ്യണം. ഒരിക്കലെങ്കിലും ഈ സ്ഥലത്ത് എത്താൻ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.